ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കത്തുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വന്ന നുഴഞ്ഞുകയറ്റക്കാരെ പശ്ചിമ ബംഗാളിൽ നിന്നും കണ്ടെത്തി തിരിച്ചയക്കുന്ന പ്രക്രിയ തുടരുകയാണ്. ഈ പ്രക്രിയ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ബംഗ്ലാദേശ് തീർക്കുകയാണ്. അതിർത്തിയിൽ ബംഗ്ലാദേശി സൈന്യം സജീവമായി നിൽക്കുന്നു. 26 അതിർത്തി ജില്ലകളിലാണ് ബംഗ്ലാദേശ് സൈന്യത്തെ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ കൂടെ BGBയും ഉണ്ട്. ഇക്കൂട്ടത്തിൽ തിരിച്ച് നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് വന്നവരെ തിരിച്ചയക്കുമ്പോൾ അവരെ തിരിച്ചെടുക്കാത്തൊരു സാഹചര്യമുണ്ട്. അവർ ഈ അതിർത്തിക്കിടയിൽ പെട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിരോധം കൃത്യമല്ല എന്ന് കണ്ട് ഇപ്പോഴിതാ BSF നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ നേരിടാൻ സൈന്യം അവിടെയുള്ള സിവിലിയൻസിനെ, അതായത് ബംഗ്ലാദേശി സിവിലിയൻസിനെ ഇറക്കിയിരിക്കുകയാണ്. അതിർത്തിയിലാണ് ഈ ബംഗ്ലാദേശി സിവിലിയൻസിനെ ഇവർ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഷോക്കിംഗ് വിഷ്വൽസ് ഓഫ് ബംഗ്ലാദേശി മുസ്ലിംസ് അബ്യൂസിംഗ് ആൻഡ് ചലഞ്ചിങ് BSF ജവാൻസ് വിത്ത് സ്റ്റിക്സ് അറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് ഇവർ കമ്പും കുറുപടിയുമായി ഇന്ത്യൻ സേനയെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വെടിവെപ്പ് നടത്തണം, 2-3 ബംഗ്ലാദേശികൾ മരിച്ചു വീഴണം, ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടെത്തിക്കണം, ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങോട്ടേക്ക് തിരിച്ചു വിടുന്നത് അത് നിർത്തലാക്കണം എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അലിഗേഷൻസ് ക്ലെയിം ദാറ്റ് BGB പുഷ് സിവിലിയൻസ് ടു സീറോ ലൈൻ ടു ബ്ലോക്ക് പുഷ് ബാക്സ് ഓഫ് ഇല്ലീഗൽ ഇൻഫിൽട്രേറ്റേഴ്സ് വൈൽ ദ BSF ഷോഡ് റെസ്ട്രെയിന്റ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ BGB അല്ലെങ്കിൽ ബംഗ്ലാദേശ് സൈന്യം തന്നെയാണ് അവിടെയുള്ള ആൾക്കാരെ അതിർത്തിയിലേക്ക് തള്ളിവിട്ട് ഇന്ത്യൻ സേനയെ പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. BSF ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാതിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹോം മിനിസ്റ്റർ അമിത് ഷാ ചെയർഡ് എ ഹൈ ലെവൽ മീറ്റിംഗ് ഓൺ ഡെമോഗ്രാഫിക് ചേഞ്ച് ആൻഡ് ഡയറക്റ്റഡ് ദ കമ്മീഷൻ ടു സ്റ്റഡി ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ബോർഡർ ഡിസ്ട്രിക്ട്സ്. അതായത് നമ്മുടെ അതിർത്തി ജില്ലകളിൽ ഉണ്ടാകുന്ന ഡെമോഗ്രാഫിക് ചേഞ്ച് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അത് എങ്ങനെയാണ് അവിടെ നടപ്പിലാകുന്നതിനെക്കുറിച്ചുമുള്ള ഒരു പഠനം നടത്താനായി അമിത് ഷാ ഇപ്പോൾ നിർണായക യോഗം, ഒരു ഹൈ ലെവൽ മീറ്റിംഗ്, ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ ഇത് കൃത്യമായി ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. He also asked the commission to visit border areas, metro cities and industrial towns for a comprehensive അസസ്മെന്റ്. അതായത് ഈ കമ്മീഷനെ അവർ ബോർഡർ ഏരിയാസും മെട്രോ സിറ്റീസും ഇൻഡസ്ട്രിയൽ ടൗൺസ്, വ്യാപാര വ്യവസായ കേന്ദ്രങ്ങളായിട്ടുള്ള ടൗണുകളും വിസിറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉടനെ സമർപ്പിക്കാൻ അമിത് ഷാ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.